ഇന്ന് കാണുന്ന ഈ ശരീരവും, ഇന്ന് കാണുന്ന ഈ ചമയവും, ഈ ചമൽക്കാരവും, ഈ ചന്തവും, ഈ ആകാര സൗഷ്ഠവും, ഈ അംഗലാവണ്യവും കടന്നു വരുന്നതിന് മുമ്പ് നീ ഒരു വസ്തുവുമല്ല, ഒരു ശൈഉമല്ല. ഇന്നാ ഖലഖനൽ ഇൻസാൻ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. പല ഘടകങ്ങൾ കൂടിച്ചേരുന്നതായ ഒരു ബീജത്തുള്ളിയിൽ നിന്നല്ലയോ മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനോഹരമായ മനുഷ്യരൂപമുള്ളവനാക്കി നിനക്ക് കാത് നാം നൽകി, കാഴ്ച നാം നൽകിയില്ലയോ? നല്ലവനായി ജീവിക്കാനുള്ള വഴികൾ നിനക്ക് നാം തുറന്നു നൽകിയില്ലയോ? മനുഷ്യന്റെ സൃഷ്ടിവൈഭവത്തെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, പഠിക്കണം നമ്മൾ. ഒന്നുമല്ലാതിരുന്നു നമ്മൾ. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ചെറിയ ബീജത്തുള്ളിയായി നാം നിലകൊണ്ടു. അത് പിന്നീട് രക്തക്കട്ടയായി, പിന്നീട് ആ രക്തക്കട്ട മാംസക്കട്ടയായി, പിന്നീട് ആ മാംസക്കട്ടയിലേക്ക് അസ്ഥികൾ വന്ന് ചേർന്നു, എല്ലുകൾ വന്ന് ചേർന്നു. പിന്നീട് അതിലേക്ക് വീണ്ടും മാംസം കൊണ്ട് അല്ലാഹു പൊതിഞ്ഞു, അതിൽ ചർമ്മം കൊണ്ട് പൊതിഞ്ഞു. മനോഹരമായ ഒരു മനുഷ്യ രൂപമാക്കി അല്ലാഹു നിന്നെ മാറ്റി. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഘടനയെ അല്ലാഹു ഉറപ്പെടുത്തുക. ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മനുഷ്യ മാനവ, നീ ഒന്നുമല്ലാതിരുന്ന ഘട്ടത്തെ പറ്റി നീ ചിന്തിക്കണേ. ഇന്ന് നിനക്ക് ഉന്നതമാകുന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ നൽകിയവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അതിന് കാരണക്കാരായത് നിന്റെ മാതാവാണ്, നിന്റെ പിതാവാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 9 മാസവും 10 ദിവസവും നിന്നെ ചുമന്നുകൊണ്ട് നടന്നതായ പ്രിയപ്പെട്ട ഉമ്മയുടെ ഗർഭാശയത്തിൽ അല്ലാഹു നിന്നെ വളർത്തിയത് എങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടോ സോദരാ? എങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടോ സോദരി? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ثم خلقنا النطفة علقة. ബീജത്തുള്ളിയായിരുന്ന മനുഷ്യ, ആ ബീജത്തുള്ളിയാകുന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ രൂപം ഖുർആൻ പറയാൻ, ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ. വളരെ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ബൃഹത്താകുന്ന വലിയതാകുന്ന ഒരു ഫാക്ടറിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തെ രൂപപ്പെടുത്തിയില്ലയോ? വലിയൊരു ഫാക്ടറിയാണ് യഥാർത്ഥത്തിൽ ഉമ്മയുടെ ഗർഭാശയം. ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു ബീജത്തുള്ളി, വാപ്പയുടെ മുതുകിൽ കടന്ന ബീജം ഉമ്മയുടെ ബീജത്തോട് സങ്കലിച്ച് അത് ഭ്രൂണമായി ചെറിയ ബീജത്തുള്ളിയായിട്ട് ഇതാ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്നു വീണു. അവിടെ നിന്ന് ഇതാ ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു നിന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ.
ثم خلقنا النطفة علقة ബീജത്തുള്ളിയായിരുന്ന നിന്നെ നാം സൃഷ്ടിക്കുകയാണ്, ഒരു രക്തക്കട്ടയാക്കി നാം മാറ്റുകയാണ്. ഫഖലഖനൽ അലഖത മുളഗത, ആ രക്തക്കട്ടയെ ഒരു മാംസപിണ്ഡമാക്കി നാം മാറ്റുകയാണ്. തീർന്നില്ല. ഫഖലഖനൽ മുളഅത ഇളാമാ, ആ മാംസക്കട്ടയിലേക്ക് നാം അസ്ഥികളെ, എല്ലുകളെ കൊണ്ട് പൊതിയുകയാണ്. ഫഖലഖനൽ മുളഗത ഇളാമാ ഫകസൗനൽ ഇളാമ ലഹ്മാ, ആ എല്ലുകൾ പൊതിഞ്ഞതാകുന്ന മാംസപിണ്ഡത്തിൽ വീണ്ടും നാം മാംസം കൊണ്ടുവന്ന് പൊതിയുകയാണ്. എല്ലിന്റെ മുകളിൽ വീണ്ടും നാം മാംസത്തെ നൽകുകയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതിലേക്ക് ചർമ്മങ്ങളും വെച്ച് മനോഹരമായ രൂപസാദൃശ്യമുള്ള വ്യക്തിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരിവർത്തനപ്പെടുത്തുകയാണ്. ചിന്തിക്കണം. നമ്മൾ ഉമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങൾ. നമ്മുടെ സൃഷ്ടിപ്പ് നമ്മളൊന്നുമല്ല. ഇന്നിപ്പോ വലിയ കാശുകാരനാണ്, ഇന്നിപ്പോ എടപ്പാളിൽ അറിയപ്പെട്ടതാകുന്ന വലിയ മർച്ചന്റാണ്, വലിയ കച്ചവടക്കാരനാണ്, വലിയ ബിസിനസിന്റെ ഉടമയാണ്, സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്നവനാണ്. എന്നാൽ നീ ഒന്നുമല്ലാതിരുന്ന ഘട്ടത്തെ പറ്റി നീ ചിന്തിക്കണം. ഒന്നുമല്ലാതിരുന്നു, അവിടുന്ന് നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്, പരിവർത്തനപ്പെടുത്തിയത്, എല്ലാ പാകപ്പെടുത്തലുകളും ഉണ്ടായത് ഉമ്മയുടെ ബൃഹത്തായ ഗർഭാശയമെന്ന ആ വലിയ ഫാക്ടറിയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. ഹദീസുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന അഹദകും യുജ്മഉ ഖൽഖഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ, തീർച്ചയായും നിങ്ങളുടേതാകുന്ന ഉമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങളുടേതാകുന്ന പാകപ്പെടുത്തലുകൾ, മനുഷ്യ നിന്നയുടെ സൃഷ്ടിപ്പിൻ്റെതാകുന്ന തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസങ്ങളായിട്ടാണ് നടത്തിയത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഘട്ടം ഘട്ടമായിട്ടാണ്. ബേജത്തുള്ളിയായിരുന്ന നിന്നെ ഒരു മാംസക്കട്ടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു. ആ മാംസക്കട്ടയായിട്ട് 40 ദിവസം നീ നിലകൊണ്ടു. പിന്നീടുള്ള 40 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തക്കട്ടയായി നിലകൊണ്ട നിന്നെ പിന്നീടുള്ള 40 ദിവസം നിന്നെ ഒരു മാംസക്കട്ടയിലേക്ക് രൂപപ്പെടുത്തി. 80 ദിവസം കഴിഞ്ഞപ്പോൾ നിന്റെ ശരീരത്തിലേക്ക് എല്ലുകളെ അല്ലാഹു നൽകി. പിന്നീടുള്ളതാകുന്ന 40 ദിവസം കൂടി കഴിഞ്ഞ് 120 ദിവസം എത്തിയപ്പോൾ ശരീരത്തിലേക്ക് മാംസം അല്ലാഹു പൊതിഞ്ഞു. 120 ദിവസം കഴിഞ്ഞപ്പോൾ സുമ്മ ഉർസില ഇലൈഹിൽ മലക്കു, ഒരു മലക്കിനെ അല്ലാഹു അയച്ചു. 4 മാസം കഴിഞ്ഞപ്പോൾ ഫയൻഫുഖു ഫീഹി റൂഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ ആ മലക്കുകൾ മുഖേന അവനിലേക്ക്, ആ കുട്ടിയിലേക്ക് ഊതി. വിവാഹം കഴിഞ്ഞ് 4 മാസം എത്തുമ്പോൾ ഭാര്യ ഗർഭിണിയായ പെണ്ണ് അവളുടെ വയറ്റിലൊരു തുടിപ്പുണ്ടാകും, അല്ലേ? എന്താണ് ആ തുടിപ്പ്? ഒരു ജീവന്റെ തുടിപ്പാണ്. 4 മാസം എത്തുമ്പോഴാണ്, അഥവാ 120 ദിവസം പിന്നിടുമ്പോഴാണ് ഗർഭത്തിന്റെ തുടക്കം അറിയുന്നത് അവിടെയാണ്. കുട്ടിയുടെ ജീവൻ വെച്ചത് അറിയുന്നത് എങ്ങനെയാ ജീവൻ വെച്ചത് അറിയുന്നത്? കുട്ടി ചവിട്ടാണ്, ആഞ്ഞ ചവിട്ടാണ്. ഈ കുട്ടിയുടെ ചവിട്ട് ആദ്യമായി ഏൽക്കുന്നത് ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലാണ്. ആദ്യമായി കുട്ടി ചവിട്ടി നിലയുറപ്പിച്ചത് അവിടെയാണ്. പിന്നീട് അവൻ പെലെയായത്, പിന്നീടാണ് അവൻ മെസ്സി ആയത്, പിന്നീട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ആദ്യം ഫുട്ബോൾ കളിച്ചത് എവിടെയാണ്? ഉമ്മയുടെ വയറ്റിലാണ്. ഉമ്മയുടെ വയറ്റിൽ ആദ്യം തന്നെ ചവിട്ടിക്കൊണ്ടാണ് ഇവൻ തുടങ്ങുന്നത്. അടിപ്പള്ളയുടെ അടിഭിത്തിയിൽ ചവിട്ടിയിട്ടാണ് ആദ്യം, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ആദ്യമായി ഈ ലോകത്തേക്ക് കാലൂന്നിയത്, കാലുറപ്പിക്കുന്നത് അവിടെയാണ്. ആ സമയത്ത് ഉമ്മ പലപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
നിങ്ങൾ ചോദിച്ചു നോക്കി, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ അനുഭവിച്ച ത്യാഗം എത്രയാണ്, അവരുടേതാകുന്ന പ്രസവ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച തീഷ്ണമാകുന്ന യാതനകൾ എത്രയാണ്. പലപ്പോഴും നിന്റെ ചവിട്ടി ഏറ്റിട്ട് ഉമ്മ വളരെയേറെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ചെരിഞ്ഞവർക്ക് കടക്കാൻ തന്നെ പ്രയാസമായിരുന്നു. പ്രസവത്തിന്റെ എളുപ്പത്തിന് വേണ്ടി ഡോക്ടർ പറഞ്ഞ നിർദ്ദേശത്തിന് പ്രകാരം അതേ രീതിയിൽ തന്നെ കടന്നുപോയ ഉമ്മമാരുണ്ട്. ഇപ്പുറത്തേക്ക് കടന്നാൽ അവർക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെ കടന്നാൽ അത് കുട്ടിയുമായി പ്രശ്നമാവും, പ്രസവം പ്രയാസമാകും, കുട്ടിക്ക് അത് അപകടമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു ഭാഗത്തേക്കുള്ള കടത്തം തന്നെ ഒഴിവാക്കി കുട്ടിക്ക് അനുകൂലമായി വിധി ഉണ്ടാവട്ടെ, അവൻ ആരോഗ്യവാനാകട്ടെ, അവന് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കി ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന മകന് വേണ്ടുന്നതാകുന്ന രീതിയിലുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് നിലകൊണ്ടു പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട ഉമ്മ. നമ്മൾ മനസ്സിലാക്കണം, 9 മാസവും 10 ദിവസവും ആ ഉമ്മയുടെ വയറ്റിൽ നാം കടന്നു. എത്ര മനോഹരമായ സുന്ദരമായ നാളുകളായിരുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറയിൽ പലരും അറിയുന്നില്ല ആ വിഷയം. ഉമ്മയുടെ മേല് ചവിട്ടാൻ വേണ്ടി കാലൂന്നുന്നതാകുന്ന ചെറുപ്പക്കാര് നമുക്കിടയിലുണ്ട്. വാപ്പയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നവരുണ്ട്. നീ അറിയണം, നീ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. ഇന്നുള്ള ഈ ആരോഗ്യവും ഈ തടിയും തന്റെ ഇടവും, ഇന്ന് ഈ വാക്സാമർത്ഥ്യവും, ഇന്ന് ഉമ്മയും വാപ്പയും ഒക്കെ ചീത്ത വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാകുന്ന ഒരവസ്ഥയിലേക്കുമൊക്കെ പടച്ച റബ്ബ് നിന്നെ എത്തിച്ചു. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നീ തിരിച്ചറിയണം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ പറയും. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളൂ, ഒരു ചെറിയൊരു സദഖ. ഹാരിസില്ല അവിടെ. എല്ലാവരും ഒരു സദഖ കൊടുക്കുക. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും, ഉറക്കെ പറയും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ ദറജ ഉയർത്തുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് വേണ്ട രീതിയിലുള്ള ഖിദ്മാത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടേതാകുന്ന ഖിദ്മത്തെടുത്തുകൊണ്ട് സ്വർഗം പുൽകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് 2022 എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ലോക രാജ്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ 1-ാം സ്ഥാനം കരഗതമാക്കി അർജന്റീനയും ടീമും അവരുടെ നാടുകളിലേക്ക് പോയി. എന്നാൽ ലോക രാജ്യങ്ങൾക്കിടയിലും ലോക മാധ്യമങ്ങൾക്കിടയിലും വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളതാകുന്ന രാജ്യം, ആദർശം കൊണ്ടും മറ്റുമെല്ലാം കൊണ്ടും വലിയതാകുന്ന സ്ഥാനമാനങ്ങൾ കൈയടക്കി നവമാധ്യമങ്ങൾ വരെ ശ്രദ്ധിച്ചതാകുന്ന രാജ്യം മൊറോക്കോ എന്ന് പറയുന്ന രാജ്യമാണ്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? ശ്രദ്ധിച്ചില്ല? സുബൈ വരെ ഇരുന്ന് കളി കണ്ടിട്ട് വന്ന എന്നിട്ടിപ്പോ പറയും ശ്രദ്ധിച്ചില്ലേ? മൊറോക്കൻ ടീമിനെ ശ്രദ്ധിച്ചായിരുന്നു. മൊറോക്കോ രാജ്യം എന്താണ്? മൊറോക്കോ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കിയത് എന്തുകൊണ്ടാണ്? ഇസ്ലാമികമാകുന്ന രാജ്യമായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിലുള്ളതാകുന്ന ആളുകൾ അവിടെ ഇവിടെ വന്ന് കളിച്ച് 4-ാം സ്ഥാനം കരഗതമാക്കി 206 കോടി രൂപയുമായി അവരവരുടെ രാജ്യത്തേക്ക് പറന്നുപോയി. എന്തുകൊണ്ടാണ് അവരെ മറ്റു രാജ്യക്കാരെല്ലാവരും ശ്രദ്ധിക്കാനും മാധ്യമങ്ങളെല്ലാം അവരെ പ്രത്യേകമായി വാഴ്ത്താനുമുള്ള കാരണം എന്താണ്? ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. മലപ്പുറം ജില്ല ആയതുകൊണ്ടും ഫുട്ബോൾ കളിച്ച് ഇഷ്ടപ്പെടുന്ന കൗമായതുകൊണ്ടാണ് ഇതിടയ്ക്ക് പറയുന്നത്. അപ്പൊ നല്ല ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഇതിടയ്ക്ക് ഇത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടീമാണത്.
മൊറോക്കോ രാജ്യത്തെ മറ്റുള്ളതാകുന്ന രാജ്യക്കാരിൽ നിന്ന് ശ്രദ്ധ ചെലുത്താൻ കാരണം എന്താണ്? കഴിഞ്ഞ 24 വർഷമായി അവരൊരൊറ്റ കളി പോലും വേൾഡ് കപ്പിൽ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ വെച്ച് നടന്ന സ്കോട്ട്ലാൻഡുമായി നടന്നതായ ഒരു കളിയിലാണ് ഇതിനു മുമ്പ് അവർ ജയിച്ചത്. 24 വർഷങ്ങൾക്കിപ്പുറം വേൾഡ് കപ്പിൽ 4ാം സ്ഥാനക്കാരായി 32 രാജ്യങ്ങൾ മാറ്റുരച്ചതാകുന്ന ഖത്തറിലെ വേൾഡ് കപ്പിൽ 4ാം സ്ഥാനം കരഗതമാക്കി 206 കോടി രൂപയുമായി അവർ പറന്നകലുമ്പോൾ അവർ വലിയ ഉയർച്ചയിലേക്ക്, അട്ടിമറി വിജയത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ കാരണം? കാരണങ്ങൾ പലതും ഉണ്ടാകാം. കളിക്കളത്തിലുള്ളതാകുന്ന വലിയതാകുന്ന അവരുടേതാകുന്ന പ്രത്യേക തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നതും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ എഴുതിയും കണ്ടുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, അവർ ഓരോ ഗോൾ അടിച്ചു കഴിയുമ്പോഴും ഗാലറിയിലേക്ക് ഓടിപ്പോയി അവരുടെ പ്രിയം കൊടുത്തിട്ടായിരുന്നു തിരിച്ചു വന്നത് ആ കളിക്കാർ. ഒരുപക്ഷെ ഇന്ന് വേൾഡ് കപ്പ് എന്നല്ല, മറ്റുള്ള ഏത് കളികളായിരുന്നാലും അതിലൊന്നും ഇന്ന് വരെ കാണാത്ത ഒരു പ്രക്രിയയായിരുന്നു. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഇതുവരെ ദർശിക്കാത്ത ഒരു സംഭവമായിരുന്നു. മാതാവിനെ കെട്ടിപ്പുണർന്ന് ചുംബനം കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ന് വരെ നടന്ന സംഭവമല്ല. കളിയിൽ ഒരു ഗോളടിച്ചാലോ അല്ലെങ്കിൽ കളിയിൽ ജയിച്ചാലോ ഒന്നില്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ അല്ലെങ്കിൽ കാമുകിയെ അല്ലെങ്കിൽ തൻ്റെതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയെ, പ്രിയതമയെ, അത്തരത്തിലുള്ളതാകുന്ന സ്ത്രീകളുമായി ഓടിപ്പോയി ചുംബനം നടത്തി ഒരു ലിപ്ലോപ്പ് നടത്തുന്ന പ്രവണതയാണ് സാധാരണ രീതിയിൽ നടന്നു വരുന്നത്. സാധാരണ രീതിയിൽ കണ്ടുവരുന്നതും അതാണ്. അതിൽ നിന്ന് വിഭിന്നമായി തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെ കണ്ടെത്തി മാതാവിനെ ചുംബനം കൊടുത്ത് അവരോട് സ്നേഹം വെച്ച് നിലകൊണ്ടു മൊറോക്കൻ താരങ്ങൾ അവരുടെ കളിക്കളത്തിലുടനീളം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ വിജയം കൊടുത്തു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ലോക രാജ്യങ്ങൾക്കിടയിൽ അവരെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. എഴുതാത്ത മാധ്യമങ്ങളില്ല. മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം അന്നത്തതാകുന്ന എഡിറ്റോറിയൽ പേജിൽ മുത്തശ്ശി പത്രം, മുസ്ലിം പത്രമൊന്നുമല്ല, ഒരു മുത്തശ്ശി പത്രം അതിന്റെ എഡിറ്റോറിയൽ പേജിൽ തലക്കെട്ടിതായിരുന്നു, മൊറോക്കയുടെ സമ്മാനം ഉമ്മയ്ക്ക് ഒരു ഉമ്മ എന്നായിരുന്നു. മൊറോക്കയുടെ സമ്മാനം ഉമ്മയ്ക്ക് ഒരു ഉമ്മ. സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇത്രത്തോളം മാധ്യമങ്ങളിൽ ശ്രദ്ധ ചെലുത്തി എഴുതേണ്ട അഹ്ലുകാരൊക്കെ എഴുതി, മനസ്സിലാക്കേണ്ടതാകുന്ന ചിന്തകന്മാരെല്ലാവരും മനസ്സിലാക്കി. ഇസ്ലാം, മുസ്ലിം ഒരു ഉമ്മാക്ക് നൽകുന്ന സ്ഥാനം വളരെ വലുതാണ്. ഇതൊരു നിസ്സാരമായ ആദർശമല്ല, വലിയ ആദർശമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. മാത്രമല്ല, കളികൾ കഴിഞ്ഞതിന് ശേഷം അവരുടെ കോച്ച് വലീദിനോട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി മൊറോക്കോ രാജ്യത്തിൻ്റെതാകുന്ന കോച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഉമ്മയില്ലാത്ത ജയം അല്ലെങ്കിൽ വാപ്പയില്ലാത്ത ജയം, രക്ഷിതാവില്ലാത്ത ജയം അത് യഥാർത്ഥ ജയമായി പരിഗണിക്കുകയില്ല. അതാണ് അവരുടെ തിയറി തന്നെ. അപ്പൊ മാതാവിനെയും പിതാവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വിജയഭേരി മുഴക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആദർശം. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ആദർശം അവരുടെ കോച്ച് ലോകമെമ്പാകെ ചാനലുകളിൽ വിളമ്പി എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ നമ്മുടേതാകുന്ന ജീവിതത്തിൽ നമ്മുടെ ജയവും നമ്മുടെ പരാജയവുമൊക്കെ മാതാപിതാക്കളുമായിട്ടാണോ സത്യത്തിൽ പങ്കുവെക്കാറുള്ളത്? നമ്മൾ ആരും അറിയുന്നില്ല. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ബിസിനസിന്റെ വളർച്ചയിലും നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലും പുരോഗതിക്കുമൊക്കെ കാരണം നിനക്ക് റാങ്ക് കിട്ടാനും റാങ്ക് ഹോൾഡർ ആകുവാനും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ലഭിക്കുവാനും നീ ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് അപ്പുറം ഒരു ഡിസ്റ്റിങ്ഷൻ വാങ്ങി നിനക്ക് വലിയ വിജയഭേദി മുറക്കാനുമൊക്കെ കാരണം നിന്റെ മാതാവാണ്, നിന്റെ പിതാവാണ്, അവരുടെ പ്രാർത്ഥനയാണ് എന്നുള്ള വസ്തുത നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മറന്നു പോകരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് അവരോടാണ്, സ്വന്തം മാതാവിനോടാണ്.
ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയ്യുന്നാസി ബിഹുസ്നി സ്വഹബതി, ജനങ്ങൾ വെച്ച് ഏറ്റവും ഞാൻ ബന്ധപ്പെടേണ്ടത് ആരോടാണ്, കൂട്ടുകെട്ടേണ്ടത് ആരോടാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവത്രേ, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്, മാതാവിനോടാണ്. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ് റസൂലേ, ആരോടാണ് ഹബീബേ? രണ്ടാമത്തെ വ്യക്തി ആരെന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി നബി തങ്ങളോട് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും മറുപടി നൽകുകയാണ്, ഉമ്മുക, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്, മാതാവിനോടാണ്, നിന്റെ ഉമ്മയോടാണ് നീ വീണ്ടും കൂറ് പുലർത്തേണ്ടത്, കടമ നിർവഹിക്കേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ടാമത്തെ പ്രാവശ്യം ഉമ്മയെ പറയുകയാണ്. വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, സുമ്മമൻ യാ ഹബീബല്ലാഹ്, നബിയേ നബിയേ, മൂന്നാമത് ആരോടാണ് റസൂലേ, ഒന്ന് പറയുമോ ഹബീബേ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, സ്വഹാബി, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്, മാതാവിനോടാണ്. മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ മനുഷ്യ, ചെറുപ്പക്കാരാ, സഹോദര, നീ കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് നിന്റെ മാതാവിനോട്, മാതാവിനോട്, മാതാവിനോടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ പ്രാവശ്യം ആരോട് എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു അത്രേ, അബൂക, നിന്റെ പിതാവിനോടാണ്, പിതാവിനോടാണ്. മൂന്ന് പ്രാവശ്യം മാതാവിന് പറഞ്ഞു, നാലാമത്തെ പ്രാവശ്യമാണ് പിതാവിനെ പറഞ്ഞത്. എന്തുകൊണ്ടെന്നറിയുമോ മുഅ്മിനേ? നിസ്സാരമായ കാര്യമല്ല ഉമ്മ ചെയ്തത്. അവർ നിന്നെ 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നത് ഉമ്മയാണ്, ഉമ്മയാണ്. തീർന്നില്ല, തീർന്നില്ല, നിന്നെ നൊന്ത പ്രസവിച്ചത് ഉമ്മയാണ്. നിനക്ക് മുലപ്പാൽ ഊട്ടിയത് 2 കൊല്ലവും പ്രിയപ്പെട്ട ഉമ്മയാണ്, ഉമ്മയാണ്. ഈ 3 കാര്യങ്ങൾ വാപ്പ ഒഴിവാണ്, വാപ്പ ഒഴിവാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നത് മാതാവാണ്, മാതാവാണ്. അതുകൊണ്ടാണ് ആദ്യമായി നബി തങ്ങൾ മാതാവിനോട് കടമ പൂർത്തീകരിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്നെ നൊന്ത് പ്രസവിച്ചത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ശരീരത്തിന്റെ 40 അസ്ഥിപഞ്ജരങ്ങൾ ഒരുമിച്ച് ഒടിക്കുന്നതാകുന്ന വലിയ വേദനയാണ് പ്രസവ വേദന. ആ പ്രസവ വേദന സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ നിന്നെ ഈ ബൃഹത്തായ ലോകത്തേക്ക് പ്രസവിച്ചിട്ടത് ആ പ്രിയപ്പെട്ട മാതാവല്ലയോ, മാതാവല്ലയോ? ആ വേദന സഹിച്ച പ്രിയപ്പെട്ട മാതാവിന് ഇതാ രണ്ടാമതും കടമ നീ പൂർത്തീകരിക്കണേ. ഉമ്മുക, ഉമ്മുക, മാതാവിനോടുള്ള കടമ മറക്കല്ലേ നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 വർഷം പരിപൂർണമായി മുലപ്പാല് നൽകിയതും ആ പ്രിയപ്പെട്ട ഉമ്മയാണ്, മാതാവാൻ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രാവശ്യവും നബി തങ്ങൾ പറഞ്ഞു അത്രേ, ഉമ്മുക, മാതാവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കണേ. അതിനുശേഷമാണ് പറഞ്ഞത് നാലാമതായി അബൂക, വാപ്പയാണ്, വാപ്പയാണ്. 3 വട്ടം ഉമ്മയെ പറഞ്ഞു. കാരണം നിന്നെ ഗർഭം ധരിച്ചത്, നിന്നെ പ്രസവിച്ചത്, നിനക്ക് മുലപ്പാല് നൽകിയത്. ഈ 3 കാര്യം ആരിൽ ഒഴിവാണ്? വാപ്പയിൽ ഒഴിവാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉമ്മയുടെ വലിപ്പം വലുതാണ്, നിസ്സാരമല്ല. ഇപ്പൊ ഇതിൽ പ്രായമുള്ള ആളുകളുണ്ടാകും, ഉമ്മമാര് മരണപ്പെട്ടു പോയവർ. ഇപ്പൊ വിഷമിക്കാണ്, ഖിദ്മത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഓർത്ത്. ജീവിച്ചിരിക്കുന്നവരെ ശരിക്ക് ഖിദ്മത്തെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ.
അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്ക് ഹിദ്മത്തെടുക്കണം. ഉമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചെന്ന് അവരുടെ കാല് കഴുകി അവരുടെ കൈ പിടിച്ച് മുത്തണം. ഏത് യാത്രയിൽ പോകുമ്പോഴും എപ്പോഴും അവരോട് അസ്സലാമു അലൈക്കും പറഞ്ഞ് യാത്ര പോകണം. പോകുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും കൈ ചുംബിച്ചിട്ട് പോകണം. അതാണ് ഇസ്ലാമിക രീതി. നമുക്ക് മടിയാൻ ചുക്കിച്ചുളിഞ്ഞതാകുന്ന ആ കയ്യിൽ എങ്ങനെ ചുമ്മനം കൊടുക്കും, എങ്ങനെ നല്ല ചൂട് ചായ വരുന്നുണ്ട്. എല്ലാവരും കയറിയിരുന്നു. വേഗാട്ടെ, അല്ലാഹു ബർക്കത്ത് വരികട്ടെ. ശ്രദ്ധിക്കണേ. നമുക്ക് മടിയാൻ കരിപുരണ്ട വസ്ത്രം ധരിച്ച് അടുക്കളയിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മാതാവിനൊരു ചുംബനം കൊടുക്കാൻ, പകലന്തിയോളം നിനക്ക് വേണ്ടി പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത പ്രിയപ്പെട്ടതാകുന്ന പിതാവിന്റെ കരങ്ങളിലൊന്ന് ചുംബിക്കാൻ ഇന്നത്തെ തലമുറ മടിക്കാൻ. വലിയ മടിയാൻ. ഇതൊക്കെ പറഞ്ഞാലും കേട്ടാലും ഒരു അറപ്പുളവാക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവർ സഹിച്ച ത്യാഗം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പിതാവാകണം, നമ്മുടെ ഭാര്യ ഒരു മാതാവാകണം. അപ്പോഴേ യഥാർത്ഥത്തിൽ മാതാവും പിതാവും സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ ശരിക്കും തിരിച്ചറിയുള്ളൂ. അല്ലാതെ എത്ര വാള് പറഞ്ഞാലും മനസ്സിലാവൂല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ووصينا الإنسان بوالديه إحسانا ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മനുഷ്യരോട് നാം വസിയത്ത് നൽകി, അവർക്ക് സതുപദേശം നൽകി, മാതാവിനും പിതാവിനും ഗുണം ചെയ്യണേ, ഗുണം ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശികളോട് വസിയത്ത് നൽകി, ഉപദേശം നൽകി. എന്ത്? മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണം. എന്തുകൊണ്ട്? ഹമലതുഹു ഉമ്മുഹു കുർഹാ, വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ മാതാവ് ഗർഭം ചുമന്നത്. വവളഅതുഹു കുർഹാ, ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ ഉമ്മ നൊന്ത് പ്രസവിച്ചത്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രസവിച്ചത്. നൊന്ത് പ്രസവിക്കുക എന്നാണ് പറയാ, അല്ലേ? പറഞ്ഞാൽ വേദന വന്ന് പ്രസവിക്കുക. വളരെയേറെ ബുദ്ധിമുട്ടും ത്യാഗവും ഉമ്മ സഹിച്ചു. വഹംലുഹു വഫിസാലുഹു 30 ശഹറാ, അവനെ മുലയൂട്ടിയതും അവനെ മുലപ്പാല് നൽകിയതും അവനെ ഗർഭം ധരിച്ചതുമായ കാലയളവ് 30 മാസമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ശരിക്കും ശ്രദ്ധിക്കുക. ചായ കുടിക്കുന്നവരിൽ ശ്രദ്ധ പോകണ്ട. ഖുർആനിന്റെ ഈ വാക്യം അതിശയത്തോടു കൂടിയിട്ടാണ് ശാസ്ത്രം പരിശോധന നടത്തിയത്. ശ്രദ്ധിക്കണം. എത്ര നാളാണ് ഗർഭധാരണം, എത്ര നാളാണ് മുലയൂട്ടൽ? ഖുർആൻ പറയുന്നു, ഒരു കുഞ്ഞിനെ മുലയൂട്ടേണ്ടത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും എത്ര നാളാണ്? 2 വർഷം പൂർത്തിയായി മുലപ്പാൽ കൊടുക്കണം. സഹോദരിമാര് ശ്രദ്ധിക്കണേ, 2 വർഷം മുലപ്പാല് പരിപൂർണമായി കൊടുക്കണം. മുലപ്പാലുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. എങ്കിലേ കുട്ടിക്ക് നല്ല ബോധമുണ്ടാവുള്ളൂ, ബുദ്ധി ഉണ്ടാവുള്ളൂ, നല്ല ഉന്മേഷം ഉണ്ടാവുള്ളൂ, നല്ല ആരോഗ്യവാനാകുള്ളൂ. എല്ലാ പോഷകങ്ങളും ചേർന്നിട്ടുള്ളതാണല്ലോ മുലപ്പാൽ. അത് നൽകണം. അല്ലാതെ ആൺകുട്ടിക്ക് 2 വയസ്സ് വരെ, പെൺകുട്ടിക്ക് 1.5 വയസ്സ് വരെ, അങ്ങനെ ഒരു നിയമവും ഇല്ല. 2 വയസ്സ് വരെ പൂർത്തിയായി മുലപ്പാല് നൽകണം, ആണിനും പെണ്ണിനും. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, പൂർത്തിയായി 2 വർഷം മുലപ്പാൽ കൊടുത്തിരിക്കും.
പലപ്പോഴും 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ പിന്നെ മഞ്ഞപ്പുല്ല് വാങ്ങിക്കാൻ പോവാണ്. മഞ്ഞപ്പുല്ല് വാങ്ങിച്ച് കുട്ടിയുടെ ചെഞ്ചുണ്ടിൽ തേച്ച് കൊടുക്കുക, എങ്ങനെയെങ്കിലും മുലപ്പാൽ കൂടി നിർത്തുകയാണ്. അങ്ങനെ പാടില്ല. കുട്ടികൾക്ക് 2 വർഷം എന്ത് ചെയ്യണം? മുലപ്പാൽ പരിപൂർണമായി നൽകിയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 വർഷം എന്ന് പറയുമ്പോൾ മാസക്കണക്കിന് എത്രയായി? പറയ്, സ്കൂളിൽ പോയിട്ട് വരാം. 24. മാഷാ അല്ലാഹ്. എന്താണ് കൂടെ റസ്കോ കഴിക്കാനായിട്ട്? അതിൻ്റെ ഇടയിൽ കൂട്ടാൻ പറ്റുന്നില്ല. 24 മാസമായി. മൊത്തവും ഗർഭധാരണവും മുലപ്പ് കൊടുക്കലും കൂടി ഖുർആൻ പറഞ്ഞത് എത്രയാ? 30 മാസമാണ്. വഫിസാലുഹു വഹംലുഹു വഫിസാലുഹു 30 ശഹറാ. ഗർഭധാരണവും മുലപ്പാല് നൽകലും എല്ലാം കൂടി 30 മാസമാണെന്ന വിശുദ്ധമായ ഖുർആൻ. അപ്പൊ 24 മാസം എന്തായി? മുലപ്പാല് കൊടുക്കലായി. പിന്നെ എത്ര മാസം ബാക്കിയുണ്ട് 30-ല്? 6 മാസം. അപ്പൊ ഗർഭധാരണം എത്ര മാസം കൊണ്ടുണ്ടാകാം? 6 മാസം കൊണ്ടുണ്ടാകാം. എത്രയോ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം താറുമാറായിട്ടുണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ പരിശോധിച്ച് നോക്കി. പെണ്ണ് 6 മാസം കൊണ്ട് ഗർഭവതിയാകുമ്പോൾ ഭർത്താവ് പ്രശ്നമുണ്ടാക്കുന്നു. 9 മാസവും 10 ദിവസം വേണം. 6 മാസം കൊണ്ടാവൂല. ഇതെന്റെ ഭാര്യയല്ല, അല്ലെങ്കിൽ എന്റെ കുഞ്ഞല്ല, ഇതെനിക്ക് ജനിച്ച കുഞ്ഞല്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി എത്രയോ കേസുകളുണ്ട്. എത്രയോ ദാമ്പത്യ ജീവിതം താറുമാറായി പോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്നു 6 മാസം കൊണ്ട് എന്തുണ്ടാവാം? ഗർഭധാരണം പൂർത്തിയാവാം. ഖുർആനാണ്. ഇപ്പൊ ശാസ്ത്രം ഈ അടുത്ത് ആ സത്യം അംഗീകരിച്ചു. 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞ സത്യം ഇപ്പോഴാണ് ശാസ്ത്രം ബോധം വീണത്. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം, 1400 കൊല്ലങ്ങൾക്കിപ്പുറം ഇപ്പൊ അംഗീകരിച്ചു. പൂർണ്ണമായ ഒരു പെണ്ണ് ഗർഭവതിയാകാൻ എത്ര മാസം മതി? 6 മാസം മതി എന്ന് ശാസ്ത്രം ഇപ്പോൾ അംഗീകരിച്ചു. ഖുർആൻ എപ്പോഴാണ് ഇത് പറഞ്ഞത്? 1400 വർഷം. മനസ്സിലാക്കണം ഖുർആന്റെ മുഅ്ജിസത്ത്, അമാനുഷിക ശക്തി. മാത്രമല്ല, കുട്ടിയുടെ ഘടന, അതിന്റെ സൃഷ്ടിപ്പിന്റെ ഘടനയൊക്കെ ഖുർആൻ 1400 വർഷം മുമ്പ് വിശദീകരിച്ചതാണ്. നേരത്തെ ഓതിയില്ലേ? ബീജത്തുള്ളി, പിന്നെ അത് രക്തക്കട്ടയാക്കി മാറ്റി, പിന്നെ അതിനെ മാംസക്കട്ടയാക്കി മാറ്റി, പിന്നെ അതിലേക്ക് എല്ലുകൾ വന്ന് ചേർന്നു, പിന്നെ അതിനെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു. ഇതൊക്കെ ഓരോ 40 ദിവസം കൂടി നടക്കുന്ന പ്രക്രിയയാണെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകനും ഖുർആനും ഒക്കെ പറഞ്ഞപ്പോ അന്ന് ഊറിച്ചിരിച്ച ആളുകൾ ഇന്നിപ്പോ ശാസ്ത്രം അതൊക്കെ അംഗീകരിക്കുകയാണ്. ഇപ്പോഴാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. ശരിയാണ്, മനുഷ്യന്റെ രൂപം ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം അതൊരു ബീജത്തുള്ളിയാണ്, പിന്നെ ഇത്ര നാൾ കഴിയുമ്പോൾ അതെന്താകുന്നു? രക്തക്കട്ടയാകുന്നു, പിന്നെ അത് മാംസക്കട്ടയാകുന്നു, പിന്നെ അതിലേക്ക് അസ്ഥികൾ വരുന്നു, എല്ലുകൾ വരുന്നു, പിന്നെ അതിലേക്ക് വലിയതാകുന്ന മാംസം വന്ന്, പിന്നെ ചർമ്മം വന്ന് പൊതിഞ്ഞ് ഈ മനോഹരമായ രൂപത്തിലേക്ക് വരുന്നു എന്ന് ശാസ്ത്രം ഇപ്പോഴാണ് അംഗീകരിക്കുന്നത്. ഖുർആൻ നേരത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വളരെ മനോഹരമായ ഒരു മനുഷ്യനാക്കി അല്ലാഹു നിന്നെ കൊണ്ടുവന്നു. ഖുർആൻ പറയാൻ, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സനതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനോഹരമായ സൃഷ്ടിപ്പിലൂടെ നിന്നെ കൊണ്ടുവന്ന് നീ നല്ല കരുത്താർജിച്ചപ്പോൾ, 40 വയസ്സെത്തിയപ്പോൾ, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സനതാ, 40 വയസ്സുള്ളതാകുന്ന ഒരു വ്യക്തിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ എത്തിച്ചാൽ, ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹാൻ തർളാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, 40 വയസ്സെത്തിയതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ,
ആരോഗ്യപരമായി കരുത്താർജിച്ച് 40 വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടണേ, അല്ലാഹുവേ പടച്ചറബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തിട്ടുള്ളതാകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നന്ദിയുള്ള ഒരു ദാസനായി എന്നെ നീ പരിഗണിക്കണേ അല്ലാഹ്. മാതാവിനും പിതാവിനും ഗുണം ചെയ്തുകൊണ്ട് അവൻ നിലകൊള്ളണേ, അവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സദാസമയവും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 40 വയസ്സുള്ളതാകുന്ന മലപ്പുറം ജില്ലയിലെ എടപ്പാടുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, 40 വയസ്സ് കഴിഞ്ഞ എത്രയോ ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. തന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് വേണ്ടി, മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി ഗുണം ചെയ്യലുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ചെയ്യലുണ്ടോ? 40 കഴിഞ്ഞ ആളുകളൊന്നും കൈയുയർത്തിക്കുക ഈ മജ്‌ലിസിൽ. 40 വയസ്സ് കഴിഞ്ഞവർ മാത്രം. കൈതാഴ്ത്തിക്കോളൂ. 40 കഴിഞ്ഞവരാണ് കൂടുതൽ. ഡെയിലി മുടങ്ങാൻ പാടില്ല. 5 നേരം ദുആ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് 1 നേരമെങ്കിലും ദുആ ചെയ്തിരിക്കണം. പാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴേ നന്ദി പ്രകാശിപ്പിക്കുന്ന അടിമയാവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ചെയ്യുന്നില്ല എങ്കിൽ നീ യഥാർത്ഥ അടിമയല്ല. നിന്റെ മാതാവിനോടും പിതാവിനോടും നീ ഗുണം ചെയ്തവനല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവർക്ക് വേണ്ടി സദാസമയം ഗുണം ചെയ്യണം, പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്തുകൊണ്ട് കൂടണേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. എനിക്ക് ചെറുപ്പത്തിൽ ഗുണം ചെയ്തതിന് പകരമായി അല്ലാഹുവേ, എന്റെ മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ, കരുണ ചൊരിയണേ എന്ന് മക്കള് ദുആ ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ എത്ര കാലം കൊണ്ട് നമ്മൾ കേൾക്കേണ്ട സഹോദരങ്ങളെ, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ട് അപ്പോഴേ നന്ദി പ്രകാശിപ്പിക്കുന്ന അടിമയാവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ചെയ്യുന്നില്ല എങ്കിൽ നീ യഥാർത്ഥ അടിമയല്ല. നിന്റെ മാതാവിനോടും പിതാവിനോടും നീ ഗുണം ചെയ്തവനല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവർക്ക് വേണ്ടി സദാസമയം ഗുണം ചെയ്യണം, പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്തുകൊണ്ട് കൂടണേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. എനിക്ക് ചെറുപ്പത്തിൽ ഗുണം ചെയ്തതിന് പകരമായി അല്ലാഹുവേ, എന്റെ മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ, കരുണ ചൊരിയണേ എന്ന് മക്കള് ദുആ ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ എത്ര കാലം കൊണ്ട് നമ്മൾ കേൾക്കേണ്ട സഹോദരങ്ങളെ, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നത്?